എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസം എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫെബ്രുവരി 2025. Five of Wands, Judgment, Ace of Pentacles, Three of Pentacles, Three of Wands, okay. അതുപോലെ തന്നെ Queen of Pentacles. ഈ ഒരു മാസം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വരമ്പുകൾ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. 5 of Wands എനർജി, അതേപോലെ ജഡ്ജ്മെൻറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിട്ട് നിങ്ങൾ പലരെയും ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം സംസാരപ്രിയരായിരിക്കും. ആളുകളുമായിട്ട് പലതരത്തിലുള്ള ഓരോന്നിൻ്റെ ഭാഗമായിട്ടൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് മറ്റെന്തിൻ്റെയെങ്കിലുമൊക്കെ ഭാഗമായിട്ട് നിൽക്കാനോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനോ ഇപ്പോൾ സോഷ്യൽ സർവീസസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ സഹായിക്കുന്നത്, ഒത്തിരി സൗഹൃദങ്ങളും അയൽവാസികളോ ബന്ധുക്കളോ പലരുമായിട്ട് എപ്പോഴും സൗഹൃദം സ്ഥാപിച്ച് എല്ലാവരോടും ചിരിച്ച് സന്തോഷിച്ച് അല്ലെങ്കിൽ എല്ലാവരോടും സംസാരിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ കൂടിയും ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് മറ്റുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ കയറി, അതായത് നമ്മൾ പലരും പറയാറുള്ള ഒരു കാര്യമാണ് ഞാനൊരു തുറന്ന പുസ്തകമാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എടുത്ത് പറയാനുള്ളൊരു കാര്യം, നിങ്ങളങ്ങനെ ഒരു തുറന്ന പുസ്തകമായിട്ട് ആർക്കും എപ്പോഴും കടന്നു വരാൻ ഉള്ള ഒരു സത്രമായിട്ട് മാറാതിരിക്കുക എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട്. കാരണം ആവശ്യത്തിൽ കവിഞ്ഞ് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. പലരും നിങ്ങളുടെ ജീവിതത്തിൽ കയറി അഭിപ്രായങ്ങൾ പറയുന്നു. നിങ്ങളുടെ കുടുംബജീവിതം പ്രത്യേകിച്ച് പറയുകയാണ് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റുള്ളവർ, അത് നിങ്ങളുടെ അടുത്ത ബന്ധുക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിൽ കൂടി ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എടുത്ത് പറയാനുള്ള കുട്ടികളുടെ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീരുമാനിക്കുക. മറ്റുള്ളവരെ ഇപ്പോൾ ചില ആളുകളുണ്ടാവും, ബന്ധുക്കളായിരിക്കും അല്ലെങ്കിൽ അമ്മാവന്മാർ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളാണ് നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ ചിലപ്പോൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ ഇന്നത് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളത് സമ്മതിച്ചു കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ, ആ ഒരു രീതിയിലുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ആണ് എങ്കിൽ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. മക്കളുടെ ഭാഗത്തുനിന്ന് ഒരു പരിധി വരെ സഹകരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഒരു പരിധിക്ക് അപ്പുറത്ത് കഴിയുമ്പോൾ ഒരു പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് അവർ വിപ്ലവം സൃഷ്ടിക്കാം എന്നുള്ള രീതിയിലേക്ക് പറയാം. അതായത് അതിനെതിരായിട്ട് അവർ പ്രതികരിക്കുന്നു, സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. വിദ്യാഭ്യാസപരമായിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിർബന്ധിച്ച് ഇഷ്ടമില്ലാത്ത കോഴ്സ് ചെയ്യിപ്പിക്കും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ അവർ ശ്രമിച്ച് അത് അവരെ കൊണ്ട് പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വന്നെത്തിക്കുക. അതൊരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് വരാം. അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 3 of Wands and 3 of Pentacles എനർജി. ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും അതിനെ മറികടക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിട്ടുള്ള പ്രതിസന്ധികൾ പലതും മറികടക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് ഒത്തിരി കടം ഉള്ള ആളുകളാണെങ്കിൽ കടമൊക്കെ മറികടക്കാൻ ഒരിക്കലും ഇനി പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർ അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ ഒരു ജോലി കിട്ടുന്നതായിരിക്കാം. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലിക്ക് സാധ്യതകളുണ്ട്. ഇപ്പോൾ ദുബായ് പോലുള്ള രാജ്യങ്ങളിലായിരിക്കാം വിസിറ്റിംഗ് വിസയിലുള്ളവർ കുറച്ചധികം നാളുകളായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ജോലി ലഭിക്കാനുള്ള ഒരു സാഹചര്യം, അതായത് നമ്മൾ പലപ്പോഴും ഒരിക്കലും സംഭവിക്കില്ല, ഇനി കുറച്ച് നാളുകൾ ബാക്കിയുള്ളൂ, ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാനെന്ന് നമ്മൾ പറയുമല്ലോ, അവസാനം നമ്മൾ എല്ലാം കൈയൊഴിഞ്ഞു എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന സമയത്ത് ഒരു വെളിച്ചം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പുതിയ ജോലി കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു, അതിൻ്റെ ഒരു സന്തോഷം. ആഗ്രഹിച്ചിട്ട് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങൾ പലതും ജീവിതത്തിൽ ലഭിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം, അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് ആൻഡ് 3 of Wands എനർജിയാണ്. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നൊരു സമയമാണ്. പലരുടെയും എനർജി, അതായത് കർമ്മഫലം ലഭിക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം ഈ ഒരു
ഒരു സമയം. പിന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ, ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒളിച്ചിരിക്കുന്നത് പലതും പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാവാം, മറ്റാരെങ്കിലും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരുന്നതാവാം, അങ്ങനെയുള്ളൊരു സാഹചര്യം ആവാം. അതുകൂടാതെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് പോലും അറിയാതെ ഒളിച്ചിരുന്ന കഴിവുകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമാവാം. ഇതിപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ടും ആണ്. പിന്നെ പ്രായം അതിനൊരു പരിധിയല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ചില ആളുകൾ ഒരു പ്രായമായിട്ടുണ്ടാവാം, ഒത്തിരി പ്രായമായിട്ടുള്ളവരായിരിക്കാം. ആ ഒരു സാഹചര്യത്തിലായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നു, അതിൻ്റെ ഒരു സംതൃപ്തി നിങ്ങളിലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു പ്രായമായതിന് ശേഷം നിങ്ങളുടെ ചില കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം ലഭിക്കുകയും അതൊരു പക്ഷേ ഒരു വരുമാന മാർഗമായിട്ട് മാറാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഏസ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 3 ഓഫ് വൺസ് എനർജിയാണ്. ജോലി സംബന്ധമായിട്ട് അവസരങ്ങൾ ലഭിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. പുതിയ ജോലി സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ജോലി സാധ്യത കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു മാസം ഒരു പകുതിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കുന്ന സാഹചര്യം. അപ്പോൾ പുതിയ ജോലി കിട്ടി എന്നുള്ളൊരു സന്തോഷ വാർത്ത ലഭിക്കുന്നൊരു മാസമായിരിക്കാം. അപ്പോൾ മുന്നോട്ടേക്ക് വരുന്ന മാസത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഈ മാസം ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ജോലി കിട്ടി എന്നുള്ളൊരു സംതൃപ്തി, ആ ഒരു ഗുഡ് ന്യൂസ് കേൾക്കുന്നൊരു സമയം എന്ന് പറയാം. പുതിയ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് ജീവിതത്തിൽ, പല തലത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. ചില ആളുകൾ വീടൊക്കെ ലീസിന് എടുക്കാനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ ലീസിന് കൊടുക്കുക, വീട്, കടകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ലീസിന് എടുത്തിട്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നൊരു സാഹചര്യം കാണിക്കുന്നുണ്ട്. കോൺട്രാക്റ്റുകളൊക്കെ സൈൻ ചെയ്യുന്നൊരു സമയം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. പുതിയ കോൺട്രാക്റ്റ് എന്തൊക്കെയോ സൈൻ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ളതോ പ്രൊഫഷണൽ ആയിട്ടുള്ളതോ രണ്ടുമാവാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വീട് മാറുന്നതിൻ്റെ സംബന്ധിച്ചായിരിക്കാം പുതിയ കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ വീട് വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആർക്കെങ്കിലും കോൺട്രാക്റ്റ് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഇതുപോലെ ലീസിനെടുക്കുന്നതോ അതുപോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലി സംബന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്നതും. അപ്പോൾ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെയോ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. അപ്പോൾ ആ ഒരു എനർജി. അതേപോലെ ഏസ് ഓഫ് പെൻഡക്കിൾസും ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ദൈവാനുഗ്രഹം ഉള്ള ഒരു സമയമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ച പോലെ പല കാര്യങ്ങളും നടക്കുന്നു എന്നുള്ളത്. കൃഷി സംബന്ധമായിട്ട് ചില ആളുകൾ നേട്ടം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃഷി ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൃഷിയിലൂടെ നല്ല നേട്ടം, അത് നിങ്ങളൊരു കർഷകനാണ് എങ്കിൽ, കർഷകനോ കർഷകയോ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ല നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ചില ആളുകൾ ഇപ്പോൾ നമ്മൾ കൃഷി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്ന് പറയുമ്പോൾ അതിപ്പോൾ പച്ചക്കറിയോ അല്ലെങ്കിൽ പൂക്കളോ അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ഫാമിംഗ് എന്നുള്ള രീതിയിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ പോൾട്രി ഫാം ആണ് എങ്കിൽ, അതായത് മൃഗങ്ങളെ വളർത്തുന്ന രീതിയിൽ, ആ ഒരു രീതിയിലേക്കുള്ളതാണെങ്കിലും ഏത് തലത്തിലാണെങ്കിലും അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഭക്ഷ്യവസ്തുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലാവാം. അതിലൊക്കെ ഒരു സാധ്യത തെളിയിക്കുന്ന ഒരു സമയമാണ്. ചില ആളുകൾ നിങ്ങളെന്തോ പോൾട്രി ഫാം തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ കൃഷിയിലേക്ക് ഇറങ്ങുന്ന, പച്ചക്കറി അതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യവും ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ട് ഈ ഒരു മാസത്തിൽ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ പരിചയമുള്ള ഏതെങ്കിലും ഒരു കമ്പനി, അതായത് അങ്ങനെയുള്ള കമ്പനിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്ന കേട്ടിട്ട് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. തുടക്കമാണ്, അപ്പോൾ എന്തായാലും ചെറിയ രീതിയിൽ തുടങ്ങുന്നതായിരിക്കും ഉത്തമമായിട്ടുള്ളത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു മാസം. നിങ്ങളുടെ തീരുമാനം നിങ്ങൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക. കാരണം പിന്നീട് ഭാവിയിൽ ചെന്നിട്ട് ഒരു
റിഗ്രറ്റ്, അത് തെറ്റായി പോയി തീരുമാനം എന്ന് തോന്നരുത്. അപ്പോൾ അതുകൊണ്ട് ആരൊക്കെ എന്ത് ഉപദേശം തന്നാലും തീരുമാനം നിങ്ങളുടേതായിരിക്കണം എന്നുള്ളത് കൂടി പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.